നടുക്കിയ ഒരു വാർത്തയാണ് ഇന്ന് ആലപ്പുഴയിൽ ഉണ്ടായത്. ആലപ്പുഴയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഈ മാസം 8-ാം തീയതി ജനിച്ച കുഞ്ഞിന് അസാധാരണ ജനിതക വൈകല്യം. ഗർഭസമയത്ത് നടത്തിയ സ്കാനിങ്ങിൽ ഡോക്ടർമാർ വൈകല്യത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞില്ലെന്ന അമ്മയുടെ പരാതിയിലാണ് ഇക്കാര്യം പുറത്തു വന്നത്. ഡോക്ടറുടെ നിർദ്ദേശത്തിൽ സ്വകാര്യ ലാബിൽ നടത്തിയ സ്കാനിങ്ങിലാണ് ഇങ്ങനൊരു പിഴവ് സംഭവിച്ചത്. 7 തവണ സ്കാനിംഗ് നടത്തിയിട്ടും ഒന്നും കണ്ടെത്താനായില്ല. ആകെ കണ്ടെത്തിയത് 32-ാമത്തെ ആഴ്ചയിൽ ഫ്ലൂയിഡിന്റെ അളവ് കൂടിയത് മാത്രമാണെന്ന് ഡോക്ടർമാരുടെ വാദം. എന്തൊക്കെ വാദങ്ങൾ ഉന്നയിച്ചാലും മാതാപിതാക്കളുടെ വേദനയ്ക്ക് പരിഹാരമാകുമോ? ഡോക്ടർമാരുടെ അനാസ്ഥയും ചില വ്യക്തികളുടെ ചട്ടവിരുദ്ധമായ പ്രവൃത്തികളും കൊണ്ടുണ്ടായ വീഴ്ച മാത്രമാണിത്. കുട്ടിയുടെ രക്ഷിതാക്കൾ പലതവണ വൈകല്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോഴും അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാർ ഒഴിവാകുകയായിരുന്നു. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ചു വന്നപ്പോൾ സ്വകാര്യ ലാബിൽ പരിശോധന നടത്തിയത് ഡോക്ടർ ഇല്ലാതെയാണെന്നും എന്നാൽ ഡോക്ടറുടെ ഒപ്പും സീലും നൽകിയെന്നും കണ്ടെത്തി. ഇതേ തുടർന്ന് 4 ഡോക്ടർമാർക്കെതിരെ ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തു. ആലപ്പുഴ കടപ്പുറം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷേർലി, പുഷ്പ എന്നിവർക്കും സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കുമെതിരെയാണ് കേസെടുത്തത്. ഇതിനു പിന്നാലെ ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ അന്വേഷണത്തിനായി ഏർപ്പെടുത്തി. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അന്വേഷണം നടത്താൻ കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ കർശന നടപടിയെടുക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ജില്ലാ തലത്തിലുള്ള അന്വേഷണം ഇന്നലെ മുതൽ ആരംഭിച്ചു. സ്കാനിംഗ് സെന്ററിനെ പറ്റിയും അന്വേഷണം നടത്തുന്നതാണെന്നും മന്ത്രി കുടുംബത്തിന് ഉറപ്പ് നൽകി. ആലപ്പുഴയിലെ ആശുപത്രിക്കെതിരെയും ഡോക്ടർമാർക്കെതിരെയും മുഖ്യമന്ത്രിക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. അനീഷ്, സുറുമി ദമ്പതികളുടെ കുഞ്ഞാണ് അസാധാരണ വൈകല്യങ്ങളുമായി ജനിച്ചത്. ഈ കുഞ്ഞിന് ഗുരുതര വൈകല്യങ്ങളാണ് ഉള്ളത്. കുഞ്ഞിന്റെ ചെവിയും കണ്ണും ഉള്ളത് യഥാസ്ഥാനത്തല്ല. വായ തുറക്കുന്നില്ല. മലർത്തിക്കിടത്തിയാൽ കുഞ്ഞിന്റെ നാവ് ഉള്ളിലേക്ക് പോകും. കാലിനും കൈക്കും വളവുമുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഗർഭകാലത്ത് തന്നെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. ഈ വിഷയത്തിൽ ഡോക്ടർ പുഷ്പ പ്രതികരണങ്ങളുമായി രംഗത്തെത്തി. തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ആദ്യ 2 മാസത്തിൽ മാത്രമാണ് കുട്ടിയുടെ അമ്മയെ താൻ ചികിത്സിച്ചതെന്നും ആ കാലയളവിൽ കുഞ്ഞിന്റെ വൈകല്യം കണ്ടെത്താൻ കഴിയില്ല എന്നും ഡോക്ടർ പ്രതികരിക്കുകയുണ്ടായി. കുഞ്ഞിന്റെ അമ്മ സുറുമിയെ ചികിത്സിച്ച ഡോക്ടർ ഷേർലിയും തന്റെ നിലപാട് വ്യക്തമാക്കി. ഗർഭകാലത്തിന്റെ 8-ാമത്തെ ആഴ്ച മുതലാണ് തന്നെ കാണിച്ചുകൊണ്ടിരുന്നതെന്നും ചികിത്സയുടെ ഭാഗമായി ചെയ്യേണ്ടതായിട്ടുള്ള രക്തപരിശോധനകളും സ്കാനിങ്ങുകളും ചെയ്തിരുന്നു. എന്നാൽ ഇതിലൊന്നും അസ്വാഭാവികതകൾ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇവിടെ ഡോക്ടർമാർ പറയുന്ന പ്രതിരോധവാദങ്ങൾ വളരെ ദുർബലമാണ്. വൈകല്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഉത്തരവാദിത്വം ഒഴിവാക്കാനാകില്ല. രോഗികൾക്കും അവരുടെ കുടുംബത്തിനും ഉയർന്ന നിലവാരത്തിലുള്ള ചികിത്സ ഉറപ്പാക്കുക ഓരോ ഡോക്ടറുടെയും കടമയാണ്. ഈ കുഞ്ഞിന്റെ അവസ്ഥ ആരോഗ്യരംഗത്ത് നടക്കുന്ന ഗുരുതര വീഴ്ചകൾക്കെതിരായ ഒരു മുന്നറിയിപ്പും കൂടിയാണ്. ജനിതക വൈകല്യങ്ങൾ കണ്ടെത്താനായില്ലെങ്കിൽ അതിനു പിന്നിൽ ആരുടെയെങ്കിലും അശ്രദ്ധയാണെങ്കിൽ അവർക്ക് കർശനമായ ശിക്ഷ ലഭിക്കണം. ആരോഗ്യ സംവിധാനങ്ങളിൽ കൃത്യതയും ഉത്തരവാദിത്വം ഉറപ്പാക്കുന്ന ശക്തമായ നടപടികൾ ഉണ്ടായേ തീരൂ.